എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. മൊയ്തീനെ, എടാ മൊയ്തീനെ, മൊയ്തീൻ സടാ, ഇവനെങ്ങോട്ട് പോയി? മൊയ്തീനെ, വല്ലാത്ത പണിയായി പോയല്ലോ. ഇവനിനി പുറത്തേക്കെങ്ങാനും പോയോ? എടാ ഗഫൂറെ, ഞാനിവിടെ ഉണ്ട്. പറച്ചോനെ, എവിടുന്നാണ് ശബ്ദം? ശബ്ദം കേട്ടിന് അത് മൊയ്തീന്റെ ശബ്ദാണല്ലോ. എടാ ഇവിടെ, ഇങ്ങ് താഴോട്ട് നോക്ക്. പറച്ച റബ്ബേ, എടാ മൊയ്തീനെ, അനക്ക് എന്താണ്ടാ പറ്റിയത്? അല്ലാ, ഇന്നലെ വൈകുന്നേരം കണ്ടപ്പോ എനക്കൊരു കുഴപ്പമില്ലായിനല്ലോ. മനുഷ്യന്മാരെ കാര്യം ഇത്രേ ഉള്ളൂ. എടാ ഗഫൂറെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റാതെ പിന്നെ? എടാ മൊയ്തീനെ, എനിക്ക് എങ്ങനെ നടക്കടോ? എങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ? പറച്ചോനെ, നമ്മളെ പുന്നാര ചെങ്ങായിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. നമ്മക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മൊയ്തീനെ, നമുക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഇൻഫ്ലേമബിൾ. ഇവൻ ഇങ്ങനെ ഒരു മൊയന്തായി പോയല്ലോ വാപ്പാ. എന്റെ ചെങ്ങായി, ഈ കരയില്ലടോ. ഞമ്മക്കൊന്നും പറ്റിയതല്ല, ഇത് എക്സർസൈസാ. അതെന്ത് സൈസ്? ഈ കണ്ട കാലത്തിനടക്ക് പല സൈസും നമ്മൾ കണ്ടിക്കണ്. പക്ഷേ ഇത് വല്ലാത്തൊരു സൈസായി പോയടോ. എടോ എക്സർസൈസ്, വ്യായാമം അത് ചെയ്യണതാ. യോഗ. അന്റെ ഒരു യോഗം. എടാ, ഇത് ചെയ്താല് രോഗം വരൂല. ഇതിനെക്കാളും വലിയ രോഗം ഏതാടോ ഉള്ളത്? കണ്ട ഇപ്പൊ എങ്ങനെയുണ്ട്? എടാ കള്ള പന്നി, ഈനെ പേടിപ്പിച്ചല്ലടോ. ഇങ്ങനൊക്കെ ചെയ്യണോ, എന്നാലേ ജീവിക്കാൻ പറ്റൂ. അല്ല മൊയ്തീനെ, തല തായോട്ട് കുത്തിക്കുമ്പോ എന്താണ് തോന്നുക? അതാണെടോ അത്ഭുതം. തല കുത്തി നിൽക്കുമ്പോ നമ്മുടെ രക്തം എല്ലാം കൂടെ തലയിലേക്ക് ഒഴുകി വന്ന് നിറയുന്നത് പോലെ തോന്നും. പക്ഷെ നമ്മൾ കാല് കുത്തി നിൽക്കുമ്പോ കാലിലേക്ക് രക്തം ഒഴുകി നിറയുന്നത് പോലെ തോന്നൂല. എന്തായിരിക്കടോ ഇതിന്റെ ഗുട്ടൻസ്? ഇജ്ജ് പറയ്. അത് വളരെ സിമ്പിൾ അല്ലേ ചങ്ങായി? എടാ മന്ദബുദ്ധി, ഒഴിഞ്ഞ സ്ഥലത്തേക്കല്ലേ എന്തും വന്ന് നിറയൂ. അന്റെ തലയിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അനക്ക് അങ്ങനെ തോന്നിയത്.